ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ധോനിമോളുടെ അച്ഛനാണെന്ന സ്ഥാനം നിഷേധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഭർത്താവെന്നും അച്ഛനെന്നുമുള്ള സ്ഥാനങ്ങളൊക്കെ ഈ വീടിന്റെ പടി ഇറങ്ങിയപ്പോഴേ കഴിഞ്ഞതാ. ഇനി അതും പറഞ്ഞ് തിരിച്ചു കയറി വരാൻ നോക്കിയാലേ ഓടിച്ചോടിക്കണം. വേണ്ടാന്ന് പറഞ്ഞ അത് വേണ്ട. ഇവരെ കൂടി കൊണ്ടുപോവാൻ ഞാനാ തീരുമാനിച്ചത്. ചന്ദ്രലേഖയെ അവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നല്ലേ. സീതയ്ക്കും ചിന്നുനും അവരെയൊക്കെ പരിചയപ്പെടുകയും ചെയ്യാം. ഇവിടെ അങ്ങനെ മുതലാളിമാരും ജോലിക്കാരും എന്നൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാരും ഒരു കുടുംബം പോലെ. അല്ല, എല്ലാവരുടെയും കൂട്ടത്തില് എന്നെ കൂട്ടണ്ട. എന്ന് കരുതി പോകുന്നിടത്തൊക്കെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം എനിക്കില്ല. എന്റെ ഭർത്താവ്, അമ്മ, നീ, ഇത്രയും പേർക്ക് എന്റെ കൂടെ വരാം. ഇത്രയും പേർക്ക് മാത്രം. അതോ അല്ലെങ്കിൽ ബാക്കി 2 പേർക്ക് വരാം. ഞങ്ങള് വരുന്നില്ലെങ്കിലോ? ഇവരില്ലാതെ ഞങ്ങളും വരുന്നില്ല. നീ തനിച്ചു പോയാ മതി. നീ ഞങ്ങൾക്ക് തരുന്ന പരിഗണന വെച്ച് ഈ നിൽക്കുന്നവരും ഞങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങളും ഈ പാർട്ടിക്ക് വരുന്നില്ല. നീ പോയിട്ട് വാ. മഹാദേവനോട് ഞാൻ വിളിച്ചു പറയാം കാര്യങ്ങളൊക്കെ. നീ ചെല്ല്, നിന്ന് താമസിക്കണ്ട. നിങ്ങളൊന്ന് നിന്നേ. മഹാദേവനോട് പറയാൻ പോകുന്നത് എന്തായാലും എന്നെക്കുറിച്ച് അത്ര നല്ലതൊന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം. എന്തായാലും ഈ തർക്കം ഇപ്പൊ ഇവിടെ തീരില്ല. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ വീട്ടിലെ പ്രശ്നങ്ങള് മറ്റുള്ളവരെ അറിയിക്കുന്നതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അതും സെർവൻസിന് വേണ്ടിയുള്ള വില കുറഞ്ഞ ചീപ്പ് പ്രശ്നങ്ങൾ. നിങ്ങള് വാ. അല്ല മാഡം, അവള് സമ്മതിച്ചല്ലോ. രമാമ ഇപ്പൊ സമ്മതിച്ചിട്ട് തന്നെ പോയത്. സമ്മതിച്ചെന്ന് അവള് പറയില്ല, ഇങ്ങനെ പറയൂ. അതങ്ങനെ ആയിപ്പോയി. നിങ്ങള് വാ. വാ. നീ ഇതുവരെ പോയില്ലേ? അർജുൻ സാറിന്റെ കൂടെ ഏതോ ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നു പറഞ്ഞിട്ട്. പോണം. ആ രമാദേവി പറഞ്ഞെന്ന്. ഞാൻ ഫ്രീ ആണെങ്കിൽ എന്നെയും കൊണ്ട് ചെല്ലാൻ. നാശം പിടിക്കാനായിട്ട്. അല്ല, നിനക്ക് താല്പര്യമില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞൂടായിരുന്നോ? അത് ഞാനും കരുതിയതാ. പിന്നെ പോകാതിരുന്നിട്ട് ആദ്യം തന്നെ അവരുടെ മനസ്സിലൊരു ബ്ലാക്ക് മാർക്ക് വീഴണ്ടെന്ന് കരുതിയാ പിന്നെ പോവാന്ന് വെച്ചത്. ഇനി അവിടെ ചെന്നിട്ട് കുലസ്ത്രീ ആയിട്ട് അഭിനയിക്കണമല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും വിളിച്ചതല്ലേ, നീ ചെല്ല്. ഇനി അവർക്കതൊരു വിഷമം തോന്നണ്ട. എന്തിനാ വെറുതെ? നീ പോകാൻ നോക്ക്. ഹായ്, എന്റെ പൊന്നുമോള് സുന്ദരിക്കുട്ടിയായിരിക്കണമല്ലോ. ആ മോളെ, എല്ലാരും വന്നു തുടങ്ങാൻ സമയമായില്ലേ? എല്ലാരും ഇപ്പൊ വന്നു തുടങ്ങും.
നമ്മൾ ക്ഷണിച്ചവര് മാത്രമാണ് വരുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ആരെങ്കിലും വലിഞ്ഞു കയറി വന്നാലാണ് നാശമാവുന്നത്. അല്ലാതെ ആര് വരാനാണ്? സഞ്ജയുടെ കാര്യമായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത്. അതെ, സഞ്ജയ് വന്നില്ലല്ലോ. എന്തിനാ വെറുതെ ഇപ്പൊ അതൊക്കെ പറയുന്നേ? കാര്യമുണ്ട് ഏട്ടാ. ആദർശത്തിന്റെ പേരും പറഞ്ഞ് അവൻ നഷ്ടപ്പെടുത്തിയതിന്റെ വില എന്താണെന്ന് അവൻ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഇനി അതൊക്കെ തിരിച്ചു പിടിക്കാൻ അവന്റെ കയ്യിലുള്ളത് നമ്മുടെ ധൊനിമോളാ. ധൊനിമോളുടെ അച്ഛനാണെന്ന സ്ഥാനം നിഷേധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഭർത്താവെന്നും അച്ഛനെന്നുമുള്ള സ്ഥാനങ്ങളൊക്കെ ഈ വീടിന്റെ പടി ഇറങ്ങിയപ്പോഴേ കഴിഞ്ഞതാ. ആ ഇനി അതും പറഞ്ഞ് തിരിച്ചു കയറി വരാൻ നോക്കിയാലേ ഓടിച്ചോടിക്കണം. ഇതൊക്കെ ഇപ്പൊ സംസാരിക്കണത് എന്തിനാ? ഇന്ന് ധൊനിമോളുടെ പിറന്നാളാ. അത് ആഘോഷിക്കേണ്ട സമയത്ത് വെറുതെ അതും ഇതും പറഞ്ഞ് ആ സന്തോഷം കളയാൻ നോക്കാതെ. ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. ആരാണെന്ന് നോക്കാം. ഓ, ഹലോ പൃഥ്വി, പറഞ്ഞ സാധനം റെഡിയാ. ഫോട്ടോസ് ഞാൻ ഇപ്പൊ ഇട്ടേക്കാം. ആ ഓക്കെ, ഞാൻ നോക്കാം. ഇല്ല, ഞാനൊരു ഫംഗ്ഷന് വന്നിരിക്കുക. കുറച്ച് കഴിയും. ഫാമിലിയായിട്ടാ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങുമ്പോ കുറച്ച് ലേറ്റ് ആവും. ഒരു കാര്യം ചെയ്യ്, നാളെ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് വിളിച്ചോളാം. ഏയ്, മാരേജ് ഒന്നുമല്ല, ഒരു സോറി 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 സോറി. ഓക്കെ അല്ലേ? ഏയ് സാരമില്ല, സാരമില്ല. നമ്മള് തമ്മിൽ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എനിക്ക് നല്ല പരിചയം തോന്നുന്നു. എനിക്കത്ര ഓർമ്മ വരുന്നില്ല. ജയശ്രീയുടെ ഹസ്ബൻഡാണോ? ആ അതെ, ജയശ്രീ അറിയോ? പിന്നെ അതാണ് എനിക്ക് പരിചയം തോന്നിയത്. ഞാൻ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിരുന്നു. ആഹാ, ജയശ്രീ എങ്ങനെയാണ് പരിചയം? ജയശ്രീയും ഞാനും ക്ലാസ്മേറ്റ്സാ. ഓ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു സെലിബ്രിറ്റി ആയിരുന്നു ജയശ്രീ. ഒരുപാട് ആരാധകരും ജയശ്രീക്ക് ഉണ്ടായിരുന്നു. ഓ, ആരാധകര് മാത്രമല്ല, ശത്രുക്കളും. എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന സ്വഭാവം തന്നെയായിരുന്നു ജയശ്രീയുടേത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തു പ്രശ്നത്തിലും ഇടപെടും. സത്യത്തില് ആ സ്വഭാവം തന്നെയാ ജയശ്രീയുടെ എല്ലാ പ്രശ്നത്തിലും കാരണമായത്. ജയശ്രീയുടെ മരണവിവരം പത്രത്തിലൂടെ അറിഞ്ഞിരുന്നു. പക്ഷേ അവസാന നിമിഷം ഒന്ന് കാണാൻ പറ്റില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നു.